ലോകമെമ്പാടും ഞെട്ടിച്ച് കഴിഞ്ഞയാഴ്ച അമേരിക്കൻ സേന നടത്തിയ രഹസ്യ നീക്കം. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും പിടികൂടി രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിരുന്നു. വെനസ്വേലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന സംഘർഷങ്ങൾ ഇതോടെ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ അലയൊലികൾ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ വെനസ്വേലയിലെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ട്രംപ് തങ്ങളുടെ രാജ്യം ഏറ്റെടുത്തതിനെ അവിടുത്തെ ജനത ആഘോഷമാക്കുകയാണ്. ഈ വൈരുദ്ധ്യം വളരെ വിചിത്രമാണ്. അവരിൽ പലരും പറയുന്നത് വെനസ്വേല ഇപ്പോൾ മോചിതമായി എന്നാണ്. സ്വന്തം രാജ്യം നിയമവിരുദ്ധമായി മറ്റൊരു രാജ്യം ഏറ്റെടുത്തതിൽ അവർ സന്തോഷിക്കുന്നു. അതിനെന്താകും കാരണം? അതിന്റെ പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തേത്, 12 വർഷത്തെ ഭരണകാലത്ത് വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥയെ ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട സ്വേച്ഛാധിപതിയും അഴിമതിക്കാരനുമായ ഭരണാധികാരി എന്നാണ് മഡുറോയെ വിളിച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ എണ്ണശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. എന്നിരുന്നാലും മഡുറോയുടെ അഴിമതി നിറഞ്ഞ സർക്കാരിനു കീഴിൽ ഭക്ഷണവും എന്തിന് മരുന്നുകൾ പോലുള്ള അടിസ്ഥാന കാര്യങ്ങളും വെനസ്വേലയിലെ നിരവധി കുടുംബങ്ങൾക്ക് ഇന്നും ഒരു പോരാട്ടമായിരുന്നു. ഏറ്റവും മോശം പണപ്പെരുപ്പ നിരക്കാണ് വെനസ്വേലയിലുള്ളത്. വെനസ്വേലൻ കറൻസിയായ ബൊളിവർ വിലയില്ലാത്തതായി മാറി. എന്തിന് മുട്ടകൾക്ക് പോലും ആളുകളുടെ പ്രതിമാസ വേതനത്തെക്കാൾ കൂടുതൽ വില വരും എന്നതുകൊണ്ട് തന്നെ ആ അവസ്ഥ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിശയോക്തി അല്ലത്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും അവർ ബൊളിവറിന്റെ വില നിലവാരം അനുസരിച്ച് വലിയ വില നൽകേണ്ട അവസ്ഥ. 1 കിലോ തക്കാളിക്ക് 50 ലക്ഷം ബൊളിവർ. 1 കിലോ മാംസത്തിന് 90 ലക്ഷം ബൊളിവറുകൾ വില വരും. ജീവിക്കാൻ പോലും കഷ്ടപ്പെടുന്ന അവസ്ഥ മനസ്സിലാക്കാൻ ഇനി എന്ത് ഉദാഹരണമാണ് വേണ്ടത്? ആദ്യത്തേത് സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ രണ്ടാമത്തേത് എന്താണെന്ന് നോക്കാം. ലോകത്തിലെ അറിയപ്പെടുന്ന എണ്ണ ശേഖരത്തിന്റെ 17% വെനസ്വേലയിലാണ്. എന്നാൽ ദുർഭരണം, അഴിമതി, US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ എന്നിവ കാരണം മഡുറോയുടെ സർക്കാരിന്റെ കീഴിൽ ലോകത്തിലെ എണ്ണയുടെ 1% മാത്രമേ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. 1970-കളിൽ ലോകത്തിലെ എണ്ണ വിപണിയിൽ 7% എത്തുന്നത് വെനസ്വേലയിൽ നിന്നായിരുന്നു എന്നായിരുന്നു കണക്കുകൾ. അതേസമയം ഇപ്പോൾ 1% മാത്രമാണ് ആ രാജ്യത്ത് നിന്ന് എണ്ണ വിപണിയിലേക്ക് എത്തുന്നത്. ഇനി വെനസ്വേലയിൽ ജീവിക്കാൻ സാമ്പത്തികമായി മാത്രമല്ല ബുദ്ധിമുട്ടുള്ളത്, അപകടകരമായ ഒരു അവസ്ഥ കൂടിയുണ്ട് അവിടെ. ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന കുറ്റകൃത്യ നിരക്ക് വെനസ്വേലയിലാണ്. കൊലപാതകം, കവർച്ച, അക്രമം എന്നിവ വളരെ സാധാരണമാണ് അവിടെ. സർക്കാരും പോലീസും അടക്കം ഇതിന് പിന്തുണയ്ക്കുന്നു എന്നതാണ് അതിലും കഷ്ടം. തങ്ങളെ വിമർശിക്കുന്നത് കൊണ്ട് മാത്രം മഡുറോ സർക്കാർ ആളുകളെ ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നുണ്ടെന്ന് UN പറഞ്ഞിരുന്നു. മഡുറോയുടെ ഭരണത്തിന്റെ ആദ്യ 6 വർഷങ്ങളിൽ നിയമവിരുദ്ധമായ കൊലപാതകങ്ങളിൽ ഏകദേശം 20,000 പേരെ സർക്കാർ സേനയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നാലാമത്തേത്, ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും വാസയോഗ്യമല്ലാത്ത സാഹചര്യങ്ങളും കാരണം 80 ലക്ഷത്തോളം പേരാണ് വെനസ്വേലയിൽ നിന്ന് അടുത്തിടെ പലായനം ചെയ്തത്. 80 ലക്ഷം എന്ന് പറയുമ്പോൾ ഇത് ആ രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 1/3 വരും. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപ്പലായനമായിരുന്നു ഇത്. ഏറ്റവും ഒടുവിലായി മഡുറോ സർക്കാരിനെ നിയമാനുസൃതമായി പോലും കണക്കാക്കാനാകുമായിരുന്നില്ല എന്നതാണ് സത്യം. 2018-2024 തെരഞ്ഞെടുപ്പുകളിൽ മഡുറോ അധികാരത്തിലെത്തിയപ്പോൾ പല രാജ്യങ്ങളും ഇത് ഒരു ചതിയാണെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രതിപക്ഷം വോട്ടിംഗ് രസീതുകൾ പോലും നിരത്തി തങ്ങളുടെ സ്ഥാനാർത്ഥി എഡ്മണ്ടോ ഗോൺസേലസ് ആണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നും മഡുറോയല്ലെന്നും വ്യക്തമാക്കിയിരുന്നു. മേൽപ്പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും മഡുറോയുടെ കീഴിൽ നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് ട്രംപ് മഡുറോ സർക്കാരിനെ നിയമവിരുദ്ധമായി പുറത്താക്കുകയും അന്താരാഷ്ട്ര നിയമം ലംഘിച്ച് US വെനസ്വേല ഏറ്റെടുക്കുകയും ചെയ്തത്. അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ സർക്കാർ ഓടിപ്പോയതിൽ സന്തോഷിക്കുന്നു എന്നതിൽ അതിനാൽ തന്നെ അതിശയിക്കാൻ ഒന്നും തന്നെയില്ല. എന്നാലും പല വിദഗ്ധരും പറയുന്നത് പോലെ വെനസ്വേലൻ ജനതയുടെ ജീവൻ രക്ഷിക്കാനോ അവർക്ക് വേണ്ടി ഈ മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ല USന്റെ ഉദ്ദേശം. മറിച്ച് സാമ്പത്തികവും ആഗോളവുമായ ശക്തി നേടുന്നതിന് അവരുടെ എണ്ണ ഉപയോഗിക്കാനാണ് US ശ്രമിക്കുന്നത്. വെനസ്വേലയുടെ എണ്ണ ശേഖരം ഏകദേശം 303 ബില്യൺ ബാരലാണ്. ഇത് ഈ തെക്കേ അമേരിക്കൻ രാജ്യത്തെ എണ്ണ ശേഖരത്തിൽ സൗദി അറേബ്യ, ഇറാൻ, കാനഡ, ഇറാഖ് എന്നീ രാജ്യങ്ങളെക്കാൾ മുന്നിലെത്തിക്കുന്നു. ബാരലിന് ഏകദേശം $57 എന്ന നിലവിലെ വിലയിൽ
വെനസ്വേലയുടെ എണ്ണ ശേഖരം ഏകദേശം 17.3 ട്രില്യൺ ഡോളറാണ്. ട്രംപിന്റെ കണ്ണ് മറ്റെങ്ങോട്ടുമല്ല. അതെ, ആ ക്ലാസിക് അമേരിക്കൻ സാമ്രാജ്യത്വ നയം തന്നെ ട്രംപ് ഇവിടെയും പ്രയോഗിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.